സാർ നമസ്കാരം. നമസ്കാരം. സാർ, വീണ വിജയന്റെ കേസ് അതിൽ ഇ ഡി കൂടി വരുന്നുണ്ട്. ഇനി അഴിമതി സാധ്യത കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CBI വരുമെന്ന് പറയുന്നു. പക്ഷെ പുറമേ നിന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ BJP-യുമായുള്ള അലയൻസ് ഉണ്ട്, ഒരു അന്തർധാരയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസുകൾ ഇഴഞ്ഞു നീങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? പിന്നെ ഈ കേസ് ഇങ്ങനെ പോവുകയാണ്, അതായത് ഗൾഫ് നാടുകളിലേക്ക് കൂടിയുള്ള അന്വേഷണം പോകേണ്ടത് കൊണ്ടാണ് ഇ ഡി അന്വേഷണം വരുന്നത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ അന്വേഷണ പുരോഗതി, അതായത് ഇതിന്റെ ഒരു തീർപ്പ്, ഇതിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമോ? എങ്ങനെയാണ് പിണറായി ഇതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുക? ഈ കേസിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ആദ്യം പറയാം. അതായത് ചില കേസുകൾ വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF പറയും BJP-യും LDF-ഉം തമ്മിൽ ധാരണയാണ്, അല്ലെങ്കിൽ CPM-ഉം തമ്മിൽ ധാരണയാണ്. ചില കേസുകൾ വരുമ്പോൾ അത് കോൺഗ്രസിനെതിരാണെങ്കിൽ LDF പറയും BJP-യും കോൺഗ്രസും തമ്മിൽ ധാരണയാണ് എന്ന്. ഈ രണ്ട് ആരോപണങ്ങളും ഉന്നയിക്കുന്ന രണ്ട് കക്ഷികൾ CPM-ഉം കോൺഗ്രസും ഒരേ മുന്നണിയിലെ ഘടക കക്ഷികൾ ആണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളിൽ ഒരു കക്ഷിയുമായി BJP-ക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ കോൺഗ്രസുമായും CPM-ഉമായും ബന്ധമുണ്ട്, ഡീലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു കേസും വരില്ലല്ലോ. ഒരു ED-യും വരില്ല, ഒരു SFI-യും വരില്ല. അതായത് മലയാളിയുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളും പ്രസ്താവനകളുമാണ് ഇത് എന്ന് ആദ്യം തന്നെ മലയാളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് തെളിവുകളായിട്ട് അവർ പറയുന്നത് കേസെടുത്തിട്ട് കുറെ കാലമായല്ലോ, എന്താണ് ഇതുവരെ ഒന്നും നടക്കാത്തത്? ഇവിടെ SFI-ക്കാര് KSRTC ബസ്സിന് കേസെടുത്തത് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോടതിയിലെത്തുന്നത്. അതുപോലെയുള്ളൊരു കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ അത്ര നിസ്സാരമായ കാര്യം പോലും കോടതിയിലെത്തിക്കാൻ ഇത്രയും കാലം താമസിക്കുന്നുവെങ്കിൽ അത് കോടതിയുടേതായ നടപടിക്രമങ്ങളുടെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് SFI-യോ ED, ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ SFI-യോ എന്ന് പറയുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അപ്പോൾ കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട വലിയ കോടാനുകോടി രൂപയുടെ വമ്പൻ അഴിമതികൾ, അത്തരം അഴിമതികളെ കൈകാര്യം ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ അന്വേഷണ ഏജൻസിയാണ് SFI-യോ. അപ്പോൾ ആ SFI-യോയിൽ എത്താൻ മാത്രം വലുതാണ് ഈ കേസ് എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇതുവരെയുള്ള വസ്തുത. ഇനി CBI വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഭാവനയാണ്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. SFI-യോയും ED-യും ഇടപെട്ടതോടുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. അവരുടെ കയ്യിൽ ആവശ്യമായ തെളിവുകൾ ഉണ്ട്. അപ്പോൾ ഈ ആവശ്യമായ തെളിവുകൾ കിട്ടാതെ SFI-യോയെ പോലെയുള്ള ഉന്നതമായ ഒരു അന്വേഷണ ഏജൻസി, ED-യെ പോലെയുള്ള അന്വേഷണ ഏജൻസി ഇതിന്റെ പിറകെ വെറുതെ ഇറങ്ങിത്തിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ നടന്നത് എന്താണ്? ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്നതായിട്ടുള്ള അഴിമതി കൃത്യമായ തെളിവോടുകൂടി തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിനും കൂടി നഷ്ടമുണ്ടാകുമ്പോൾ എന്നുള്ള അനുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും. അതിന് കാരണമുണ്ട്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, CMRL എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അഴിമതി കേരള ഗവൺമെന്റുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയും മുഖ്യമന്ത്രിയുടെ മകളാണ് ബന്ധം. മകള് വേറെ, മുഖ്യമന്ത്രി വേറെ, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വേറെ, ഗവൺമെന്റ് വേറെ. അങ്ങനെയല്ല. CMRL എന്ന് പറയുന്ന കമ്പനിയിലും 13.5% ഷെയർ കേരള ഗവൺമെന്റിന് ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന നഷ്ടം 182 കോടി രൂപയുടെ നഷ്ടം ഈ ഇടപാടുകളിലൂടെ സംഭവിക്കുമ്പോൾ കേരള ഗവൺമെന്റിന് പ്രത്യക്ഷമായി 25 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ SFI-യോ ഇടപെടുന്നത്, ED ഇടപെടുന്നത്. അതായത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഷെയർ ഉള്ള കമ്പനി
മനഃപൂർവ്വം അഴിമതി നടത്തുമ്പോൾ ആ അഴിമതിയിലൂടെ 25 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നത്, SFIO ഇടപെടുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഈ രണ്ട് ഏജൻസികളും എന്തുകൊണ്ട് എത്രമാത്രം സീരിയസ് ആയിട്ടായിരിക്കും ഈ വിഷയം എടുക്കുക? അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ CPM-ഓ BJP-യോ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഈ കേസിൽ ഇവർ കുടുങ്ങും എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ കുടുങ്ങും എന്ന് വ്യക്തമാകുമ്പോൾ അതിന് മറയിടാൻ വേണ്ടിയാണ്, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അതിനപ്പുറം ഇതിന് യാതൊരു കഥയുമില്ല. അന്വേഷണം ഭംഗിയായിട്ട് നടക്കുകയും പിണറായി വിജയന്റെ മകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ അകത്താവുകയോ ചെയ്താൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിന് കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള ഒരു പ്രത്യേകതയല്ലാതെ എക്സാലോജി കമ്പനിക്കോ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡുകൾ ഇല്ല. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് 100 കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്താൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. സർ, ഇതുപോലെ തന്നെ പ്രമാദമായ കേസായിരുന്നല്ലോ ലാവ്ലിൻ. ഇതിപ്പോൾ 10-20 വർഷത്തോളമാകും. പക്ഷെ ആ കേസ് പോലും ഇപ്പോഴും കോടതി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്. അത് തന്നെയാണ് എല്ലാവരും മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ലാവ്ലിൻ കേസിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിസ്ഥാനം. പക്ഷെ അദ്ദേഹത്തിന് എതിരെ ഒരു ചെറുവിരൽ, ആ കേസ് ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഇപ്പൊ പോകുന്നത്. ഈ കേസുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ തീരുമാനമെടുക്കുന്നതോ രാഷ്ട്രീയ പ്രവർത്തകർ തീരുമാനമെടുക്കുന്നതോ ശരിയല്ല. ഇവിടെ നടക്കുന്ന ഈ കേസ്, എക്സാലോജിക് കേസും ലാവ്ലിൻ കേസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എല്ലാ കേസും കേസല്ല, ഒരുപോലെയല്ല. കാരണം ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ ഉള്ള കേസാണ്. എന്നാൽ ഈ കേസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത്, ഒരു സംസ്ഥാനത്തിനകത്ത് വളരെ ചെറിയ ഇടയിലാണ് ഇത് നടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ കൃത്യമായി നമുക്ക് ഇടപാടുകളെ സംബന്ധിച്ച രേഖകൾ കിട്ടിയിട്ടുണ്ട്. ലാവ്ലിൻ കേസിൽ ആ രീതിയിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോകാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. ആ രീതിയിലാണ് ആ കേസ് പോകുന്നത്. അതുകൊണ്ട് ആ കേസും ഈ കേസും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ SFIക്കാര് ബസ്സിനിട്ട് കല്ലെറിഞ്ഞ കേസും കൂടി താരതമ്യം ചെയ്യണം. പക്ഷേ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ TP നന്ദകുമാർ സാറ് അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തന്നെ സമർപ്പിച്ചിട്ടുള്ളതല്ലേ ലാവ്ലിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിക്ക് പറയാം, എന്റെ കയ്യിലുള്ളതെല്ലാം സമർപ്പിച്ചു. പക്ഷെ കോടതിയല്ല തീരുമാനിക്കേണ്ടത് ഏതൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, ഇനിയും കൂടുതൽ രേഖകൾ ആവശ്യമുണ്ടോ. ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. അതിൽ വാദിസ്ഥാനത്തോ പ്രതിസ്ഥാനത്തോ സാക്ഷി സ്ഥാനത്തോ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് സമർപ്പിക്കാനുള്ളതൊക്കെ സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ കേസിന്റെ പരിപൂർണമായ കാര്യങ്ങൾ പൂർണ്ണമായി എന്ന വിധി എഴുതാൻ നമുക്ക് ആർക്കും കഴിയില്ല. ആ വിധി വരേണ്ടത് കോടതിയിലാണ്. ആ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുമുള്ള മുൻവിധിയില്ല. ഈ മുൻവിധി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇപ്പോൾ ശബരിമല കേസിൽ സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ നല്ല കോടതി എന്ന് പറയും. അയോധ്യ കേസിൽ അതേ കോടതി വിധി പറയുമ്പോൾ ചീത്ത കോടതി എന്ന് പറയും. അങ്ങനെ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റിനില്ല. കോടതി എന്ത് നിലപാടെടുത്താലും അത് കോടതിയുടെ നിലപാടാണ്. കോടതി അത് അതിൻ്റെതായ സമയപരിധിയിൽ അത് ചെയ്തോട്ടെ. അവിടെ കയറി ഇടപെടേണ്ട കാര്യമൊന്നും സർക്കാരിനില്ല. പക്ഷെ ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നവരും കേരളം ഭരിച്ചിരുന്നവരും അങ്ങനെ ഇടപെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർ ഇക്കാര്യത്തിൽ തിടുക്കം കൂട്ടുന്നത്. അതായത് കോടതിയിൽ തിടുക്കം കൂട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ 12 കൊല്ലം മുമ്പ് ബസ്സിന് കല്ലെറിഞ്ഞ് SFIക്കാരുടെ കേസിൽ എന്താ തിടുക്കം കൂടാത്തത്? അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ചില വിഷയങ്ങളിൽ, ചില കേസുകളിൽ മാത്രം തിടുക്കം കൂട്ടുകയും പ്രതികരിക്കുകയും ആരോപണം നടത്തുകയും ചെയ്യുമ്പോൾ മറ്റു കേസുകളിൽ ഇത്തരം ആരോപണങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതും വളരെ ശ്രദ്ധേയമായ വിഷയം. നന്ദി സർ.